എന്റെ പൊന്നാര സുഹൃത്തുക്കളെ, മാസ് മാസ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇറാനിൽ ഞാൻ കണ്ടിരിക്കുന്നത് US മിലിറ്ററി ഒക്കെ പേടിച്ച് തൂറേണ്ട ഒരു അവസ്ഥയിലേക്കാണ് സത്യം പറഞ്ഞാൽ വന്നിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ഈ ഖത്തറിലുള്ള US മിലിറ്ററി ക്യാമ്പിലേക്ക് അറ്റാക്ക് ചെയ്തപ്പോൾ രാവിലെ എണീച്ച് ഒരു അക്ഷരം കമാന്ന് മിണ്ടുന്നില്ല, തിരിച്ചടിയെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇറാന്റെ ശക്തി എന്താണെന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ ഇറാന്റെ പരിപാടി തീർന്നെന്നാണ്. പക്ഷെ ഇവന്മാർ പുലിയാണ് കേട്ടോ. ശരിക്കും അറബി കൺട്രീനോട് കളിച്ചപ്പോഴുള്ള പണി എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കി. ഇനി കളിക്കില്ല, ഇനി വല്ലാതെ വാലുമൊന്തിക്കില്ല. ലോക പോലീസ് ഇനി ചമയില്ല. ഒരു കാര്യം പല ആളുകളും കമന്റിലൂടെ വരുന്നുണ്ട്, ഇതൊക്കെ തീവ്രവാദി രാജ്യമാണ്, മറ്റത് മറിച്ചതാ, അതുകൊണ്ടല്ല അമേരിക്ക പിടിക്കാൻ പോണേ. എന്തുപോലൊക്കെ തീവ്രവാദ രാജ്യം. എല്ലാ അറബി രാജ്യങ്ങളിലും ഇവരുടെ മിലിറ്ററി സേനയെ കൊണ്ട് വെച്ചിട്ടുണ്ട്, സ്ഥലം കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ പേടിച്ചിട്ടോ പല രീതിയിൽ എങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ ഇറാന് ഒരു സ്ഥലവും തരില്ല. നീ നിന്റെ സ്ഥലത്തിൽ ആളെ വെച്ചാൽ മതി, എൻ്റെ സ്ഥലത്തിലൊന്നും കൊണ്ടുവന്നിട്ട് നീ നിന്റെ ക്യാമ്പിനെ കൊണ്ട് അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ശക്തമായി നിൽക്കുന്നതുകൊണ്ടാണ് ഇവന്മാർക്ക് മെയിനായിട്ട് കുരു പൊട്ടുന്നത്. പിന്നെ പെട്രോള്, സ്വർണം എന്ന് വേണ്ട അറബി രാജ്യങ്ങളിൽ പടച്ചവൻ കൊടുത്ത ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം ഇവന്മാരെ അടിച്ചു മാറ്റാനും തട്ടിയെടുക്കാനാണ് ഈ യുദ്ധങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ അവിടെ തീവ്രവാദികൾ ഉണ്ടായിട്ടല്ല. മനസ്സിലായ? തീവ്രവാദം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രാജ്യത്തിൻ്റെ അകത്ത് കയറിയിട്ട് അവരുടെ രാജ്യത്തിനെ നശിപ്പിക്കാൻ നോക്കുന്നത്. അതല്ലേ ഇസ്രായേൽ ചെയ്തത്. ഇറാന്റെ രാജ്യത്തിൻ്റെ അകത്ത് കയറിയിട്ട് അവരുടെ മിലിറ്ററി സേനയുടെ നേതാവിനെ വരെ കൊന്നിട്ട് പോയാൽ പിന്നെ അത് തീവ്രവാദമല്ലേ? അവർ ചെയ്താൽ മാത്രം അത് സയന്റിസ്റ്റുകൾ ചെയ്ത രീതിയിൽ. മനസ്സിലായ? ഇതൊരു ഇരട്ടത്താപ്പല്ലേ? ഇപ്പോൾ കുറേ പോസ്റ്റർ ഇടുന്ന നാറികളുണ്ട്. അതും ഇറാനുമായിട്ട് ഇന്ത്യയിൽ നല്ല ബന്ധം, നല്ല സുഹൃത്ത് ബന്ധത്തിൽ പോയിട്ട് പോലും ഇവന്മാർക്ക് കുരുപൊട്ടുക. ഇറാനെ അറ്റാക്ക് ചെയ്യാത്തതിന് ഇവന്മാർക്ക് അങ്ങോട്ട് ദേഷ്യം. നിന്റെ എല്ലാം കുരു പൊട്ടിക്കൊണ്ടേയിരിക്കുള്ളൂ. ഇത് വേറെ റേഞ്ചാണ്, ഇത് പുലിയ. യഥാർത്ഥ അറബി രാജ്യത്തിലൂടെ കളിച്ചപ്പോൾ അവർക്ക് എന്താണ് അതിൻ്റെ ഭവിഷ്യത്ത് എന്നുള്ളത് മനസ്സിലായിരിക്കുന്നത്. ഇനി ഒരു അക്ഷരം ഉണ്ടല്ലോ, ഞാനങ്ങാതെ ഇരുന്നോളൂ. പണിപ്പാളി കയ്യിൽ നിന്ന് പോയി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, കമൻറ്റിൽ പറയുക, ഇവര് ഈ ഇറാൻ അടിക്കാൻ വരുന്നത് എന്തിനാണ്? അവിടെ തീവ്രവാദം ഉള്ളത് കൊണ്ടാണോ, അതോ അവരുടെ പെട്രോൾ അടിച്ച് മാറ്റാനോ ആണോ, എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക.